നമുക്കിന്നൊരു വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കിയാലോ? ചോറിന് കഴിക്കാനായിട്ട് ഉച്ചയൂണിനൊക്കെ നല്ലതാണ്. ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് വഴുതനങ്ങ ഉപ്പേരി എടുക്കാം. അതിനായി കഴുകി വെച്ച വഴുതനങ്ങ 4 മുറിച്ച് അത് സ്ക്വയർ പീസാക്കി മുറിച്ചെടുക്കണം. സ്ക്വയർ പീസാക്കി മുറിച്ചെടുത്ത വഴുതനങ്ങ ഒന്ന് കുറച്ച് പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഇട്ട് വെക്കണം. വഴുതനങ്ങയ്ക്ക് ഒരു കറയുണ്ട്, ആ കറ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ നമ്മൾ കുറച്ച് നേരം ഇട്ട് വെക്കണം. അങ്ങനെ വഴുതനങ്ങ എല്ലാം അരിഞ്ഞ് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. കുറച്ച് നേരം അതവിടെ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറിയൊക്കെ ഇളകി, അല്ലെങ്കിൽ കറി വയ്ക്കുമ്പോൾ വെള്ളത്തിലിടാതെയാണ് നമ്മളത് കറി വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ചവർപ്പ് ഫീൽ ചെയ്യും. ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മളത് കറി വയ്ക്കുമ്പോൾ അതിനങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കും, വഴുതനങ്ങയുടെ ടേസ്റ്റ് കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാ വഴുതനങ്ങയും ഓരോന്നോരോന്നായി അരിഞ്ഞ് നമുക്ക് വെള്ളത്തിലോട്ടിട്ട് വയ്ക്കാം. സാധാരണ ഞങ്ങളൊക്കെ ഉപ്പേരി എന്നാണ് പറയാറ്, പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ മെഴുക്ക് പുരട്ടി എന്നാണ് പറയുക. നാളികേരം ഇട്ട് വയ്ക്കുന്നതിനെയാണ് അവർ ഉപ്പേരി എന്ന് പറയുന്നത്. ഞങ്ങൾ എല്ലാത്തിനും ഉപ്പേരി എന്ന് പറയും. നമുക്ക് തൃശ്ശൂർക്കാർക്ക് എല്ലാം ഉപ്പേരിയല്ലേ. എല്ലാ വഴുതനയും അരിഞ്ഞ് കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ച് കോരി കോരി എടുക്കുക കേട്ടോ. കോരി കോരി എടുത്ത് വെച്ച് ഇനി നിങ്ങൾ ആ വെള്ളത്തിൻ്റെ കളറൊന്നും നോക്കി കണ്ടോ, കറുത്ത കളറായി. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ കറിക്കും അതുപോലെ ഒരു ചവർപ്പ് ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നന്നായി വെള്ളത്തിൽ നിന്ന് കഴുകി കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. വഴുതനങ്ങ കറി സാധാരണ കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമാകാറില്ല, പക്ഷെ നല്ലതാണ്, ശരീരത്തിന് വളരെ നല്ലതാണ് വഴുതനങ്ങ. എനിക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കറി വെച്ച് കഴിക്കാറുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറി കാച്ചാനായിട്ട് നമുക്ക് കാച്ചിയെടുക്കാനായിട്ട് കുറച്ച് ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയ്ക്കാണ് ആവശ്യം. നമുക്ക് അടുപ്പത്തോട്ട് ചീഞ്ചട്ടി കയറ്റി വയ്ക്കാം. അതിലേക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും നന്നായി ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ചുമന്നുള്ളി എല്ലാം നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി മൊരിഞ്ഞ് വരണം. നന്നായി മൊരിഞ്ഞ് വരണ വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നന്നായി മൊരിഞ്ഞാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. നന്നായി ഇളക്കി അതിൻ്റെ കളർ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായി ബ്രൗൺ കളറായാൽ മാത്രമാണ് നമ്മുടെ മുളക് പൊടി ഇടേണ്ടത്. അത് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ വേഗം മൊരിഞ്ഞ് കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്കിത് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായി മൊരിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടണം. അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇടേണ്ടത്. ഈ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം മതി, കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് മുളക് പൊടി, എനിക്കധികം മുളക് ഇഷ്ടമില്ല, അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്യണുള്ളൂ. കുറച്ച് മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച്, എരിവിനനുസരിച്ച് മുളക് ചേർക്കാവുന്നതാണ്. ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. കുറച്ച് മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് നന്നായി മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് വഴുതനങ്ങ നമുക്ക് ഇടാൻ പാടുള്ളൂ. വഴുതനങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളത് ചെറിയ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുറേ നേരം വെന്താലാണ് നല്ല ടേസ്റ്റ് വരുള്ളൂ. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കൊണ്ട് തന്നെ അത് വെന്ത് പാകമായി വരുന്നതാണ്. മുളകൊക്കെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ നമുക്ക് കുറേശ്ശെയായി ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് കുറേശ്ശെയായി നമ്മുടെ പാത്രത്തിലോട്ട് തട്ടാം. അതിന് ശേഷം നമുക്ക് ഉപ്പിട്ടിട്ടില്ല, നമുക്ക് കുറച്ച് ഉപ്പിടണം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്കതൊന്ന് മൂടി വയ്ക്കാൻ. ഉപ്പൊക്കെ ഇട്ടു. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നന്നായി തന്നെ മിക്സ് ചെയ്യണം. ഉപ്പൊക്കെ എല്ലായിടത്തേക്കും, ഉപ്പും
വറവൊക്കെ എല്ലായിടത്തേക്കും പാകമാവാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആളുകൾക്ക് ഈ വഴുതനങ്ങ ഇഷ്ടമില്ല. പക്ഷേ എനിക്ക് വഴുതനങ്ങ തോരൻ, വെണ്ടയ്ക്ക തോരൻ അങ്ങനെ എല്ലാ തോരനും ഇഷ്ടമാണ്. നാളികേരം ഇല്ലാതെ വെക്കുന്നതാണ് എനിക്ക് അധികം ഇഷ്ടം. നന്നായി ഇത് മിക്സ് ചെയ്ത് വരികയാണ്. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുത്ത് ആവിയിൽ അങ്ങനെ വേവിച്ചെടുക്കാം. ദേ നമ്മുടെ വഴുതനങ്ങ നന്നായി വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ തോരൻ റെഡി ആയിരിക്കുകയാണ്.